നമസ്കാരം. വി ആർ ഫാർമ ഗൈഡ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പുതിയ ടെക്നോളജിയെ പറ്റിയാണ്. അതായത് ഇഞ്ചക്ഷൻ ഇല്ലാതെയുള്ള ഇൻസുലിൻ. ഡയബറ്റീസ് വന്നാൽ ജീവിതം മുഴുവൻ ഇൻസുലിൻ കുത്തണം. പലർക്കുമുള്ള വലിയ ഭയം ഇതാണ്. പക്ഷേ ഇനി ഭാവിയിൽ ഇൻസുലിൻ ഇഞ്ചക്ഷന് പകരം ശ്വാസം വഴി ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുമെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻഹേലർ ഇൻസുലിനെ കുറിച്ചാണ്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഇൻഹെയിൽഡ് ഇൻസുലിൻ പ്രോഡക്റ്റാണ് അഫ്രീസ. ഇത് സാധാരണ ആസ്മ ഇൻഹേലർ പോലെ തോന്നുമെങ്കിലും ഇത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് വേണ്ടിയല്ല. ഇതിലുള്ള ഇൻസുലിൻ ശ്വാസകോശം വഴി ബ്ലഡിലേക്ക് ആഗിരണം ആകുകയാണ് ചെയ്യുന്നത്. അതായത് ഇഞ്ചക്ഷൻ ഇല്ലാതെ ഇൻസുലിൻ ബോഡിയിലേക്ക് എത്തിക്കുന്ന ടെക്നോളജി. ഇത് എങ്ങനെ ഉപയോഗിക്കുമെന്ന് നോക്കാം. ഇത് പൗഡർ ഫോം ഇൻസുലിനാണ്. ഒരു ചെറിയ ഇൻഹേലർ ഡിവൈസ് ഉപയോഗിച്ച് ഇൻഹേൽ ചെയ്യണം. സാധാരണ ആഹാരത്തിന് മുൻപ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് റാപ്പിഡ് ആക്ടിംഗ് ഇൻസുലിൻ കാറ്റഗറിയിലാണ് വരുന്നത്. കമ്പനി പറയുന്നത് പോലെ വളരെ വേഗത്തിൽ ആക്ഷൻ തുടങ്ങും. അതുകൊണ്ട് ഭക്ഷണത്തിന് ശേഷം ഷുഗർ പെട്ടെന്ന് കൂടുന്നത് നിയന്ത്രിക്കാൻ സഹായിക്കും. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം നീഡിലില്ല എന്നുള്ളതാണ്. ഇഞ്ചക്ഷൻ പേടിയുള്ളവർക്ക് ഇത് വളരെ വലിയ ആശ്വാസം ആയേക്കാം. അതുപോലെ തന്നെ ഇത് ക്യാരി ചെയ്യാൻ കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. ആഹാരത്തിൻ്റെ സമയത്തിനനുസരിച്ച് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫാസ്റ്റ് ആക്ഷനാണ്. മൾട്ടിപ്പിൾ ഇഞ്ചക്ഷൻസ് കുറയാൻ സഹായിക്കാം. ഇതൊക്കെ അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഫുൾ റീപ്ലേസ്മെൻറ്റ് ഇൻസുലിൻ അല്ല. പ്രത്യേകിച്ചും ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവർക്ക് ലോങ് ആക്ടിംഗ് ബേസൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഇപ്പോഴും വേണം. അതായത് മീൽ ടൈം ഇൻസുലിൻ ഇൻഹേൽ ചെയ്യാം. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ പലർക്കും തുടരേണ്ടി വരും. എല്ലാവർക്കും സ്യൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ആസ്മ, COPD പോലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് ഡോക്ടർ സാധാരണ ഇത് അഡ്വൈസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ സ്മോക്കേഴ്സിനും ഇത് സ്യൂട്ടബിൾ അല്ലാതിരിക്കാം. കാരണം മെഡിസിൻ നേരിട്ട് ലങ്സിലേക്ക് പോകുന്ന രീതിയാണ്. ചില പേഷ്യൻസിന് ചുമ, ത്രോട്ട് ഇറിറ്റേഷൻ, ഡ്രൈ ത്രോട്ട് പോലുള്ള സൈഡ് എഫക്ട്സ് വരാം. അതുകൊണ്ട് ഡോക്ടർ സൂപ്പർവിഷൻ ഇല്ലാതെ ഉപയോഗിക്കരുത്. പഴയ ഇൻഹേലർ ഇൻസുലിൻ പ്രോഡക്റ്റ് എന്തായി എന്ന് നോക്കാം. അതായത് മുൻപേ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഇല്ല. ഇത് പുതിയ ടെക്നോളജിയാണ്. മുൻപ് എക്സുബിറ എന്ന ഇൻഹേൽഡ് ഇൻസുലിൻ മാർക്കറ്റിൽ വന്നിരുന്നു. പക്ഷേ ഡിവൈസ് വലുതായിരുന്നു, കോസ്റ്റ് കൂടുതലായിരുന്നു, ലങ് സേഫ്റ്റി കൺസേൺസ് ഉണ്ടായി, ഡോക്ടേഴ്സ് അധികം ആക്സെപ്റ്റ് ചെയ്തില്ല. ഇവ കാരണം അത് മാർക്കറ്റിൽ നിന്നും പിൻവലിക്കപ്പെട്ടു. ഇനി ഇത് ഇന്ത്യയിൽ എന്താണ് സ്ഥിതി എന്ന് നോക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ ഡിസ്കഷനിലുള്ള പ്രധാന പ്രോഡക്റ്റാണ് അഫ്രീസ. റിപ്പോർട്ട്സ് അനുസരിച്ച് ഇത് ഇന്ത്യയിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ത്യ മാർക്കറ്റിംഗ് ഓർ ഡിസ്ട്രിബ്യൂഷനിൽ സിപ്ലയുടെ പേര് കൂടുതലായി പറയപ്പെടുന്നുണ്ട്. ഇത് ഫ്യൂച്ചർ ഡയബറ്റീസ് ട്രീറ്റ്മെൻറ്റിൽ വലിയ മാറ്റം കൊണ്ടുവരുമോ എന്നത് ഇനി കാണേണ്ടുന്ന കാര്യമാണ്. അവസാനമായി, ടെക്നോളജി വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ഇൻസുലിൻ എന്നാൽ ഇഞ്ചക്ഷൻ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് ഇൻഹേലർ ഇൻസുലിൻ വരെ എത്തി. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ഇതെല്ലാവർക്കും സ്യൂട്ടബിളായ മാജിക് ട്രീറ്റ്മെൻ്റ് അല്ല. ഡോക്ടർ അഡ്വൈസ് അനുസരിച്ച് മാത്രം ട്രീറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കണം. ഇത്തരം മെഡിസിൻ റിലേറ്റഡ് വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.